മാർച്ച് 28 നടക്കുന്ന സെമി ആനുവൽ ഇൻഡെക്സ് റീജിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിലേക്ക് സൊമാറ്റോ, ജിയോ ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ പ്രവേശിക്കും. അതേസമയം ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, BPCL തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യും. 2025 ഫെബ്രുവരി 21 NSE പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലെ വലിയ കമ്പനിയായ സൊമാറ്റോയും ഒരു സമയത്ത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായ ജിയോ ഫിനാൻഷ്യൽ സർവീസും ഇൻഡെക്സിലേക്ക് വരാൻ പോകുന്ന പുതിയ 2 സ്റ്റോക്കുകളാണ്. സൊമാറ്റോ, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ഇൻഡെക്സ് റീജിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ പാസീവ് ഫണ്ട് ഇൻഫ്ലോ വരാൻ പോകുന്നു. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, BPCL, ബജാജ് ഫിനാൻസ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, NTPC, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ പാസീവ് ഫണ്ട് ഔട്ട്ഫ്ലോയാണ് വരാൻ പോകുന്നത്. ഇനി നിഫ്റ്റി 50യിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. സൊമാറ്റോ നിഫ്റ്റി 50യിൽ ഉൾപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ $602 മില്യൺ പാസീവ് ഫണ്ട് ഇൻഫ്ലോ സ്റ്റോക്കിലേക്ക് വരും. ജിയോ ഫിനാൻഷ്യൽ സർവീസ് നിഫ്റ്റി 50യിൽ ഭാഗമാകുന്നത് വഴി $308 മില്യൺ പാസീവ് ഫണ്ട് ഇൻഫ്ലോയാണ് വരുന്നത്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഇൻഡെക്സിൽ നിന്നും പുറത്തു പോയത് $238 മില്യൺ BPCL ഇൻഡെക്സിൽ നിന്നും പുറത്തു പോയത് $225 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോയ്ക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഗ്രാസിം ഇൻഡസ്ട്രീസ്, അദാനി എൻ്റർപ്രൈസസ്, അൾട്രാടെക് സിമൻറ്റ്, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകളുടെ നിഫ്റ്റി 50യിലുള്ള വെയിറ്റേജ് വർദ്ധിക്കാൻ പോവുകയാണ്. ഗ്രാസിം ഇൻഡസ്ട്രീസിൻ്റെയും അദാനി എൻ്റർപ്രൈസസിൻ്റെയും വെയിറ്റേജ് 9%, അൾട്രാടെക് സിമൻറ്റിൻ്റെ വെയിറ്റേജിലും സിപ്ലയുടെ വെയിറ്റേജിലും 5%-അടുത്തുമുള്ള വർധനവാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്കുള്ള വെയിറ്റേജ് നഷ്ടമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഫണ്ട് ഔട്ട്ഫ്ലോ വരും. ബജാജ് ഫിനാൻസിൽ നിന്നും $79 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോയും, HDFC ബാങ്കിൽ നിന്നും $51 മില്യൺ, റിലയൻസിൽ നിന്നും $41 മില്യൺ, ICICI ബാങ്കിൽ നിന്നും $35 മില്യൺ, ഇൻഫോസിസിൽ നിന്നും $24 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോയാണ് വരാൻ പോകുന്നത്. നിഫ്റ്റി 50യിൽ വരുന്ന ഈ ഇൻഡെക്സ് റീചെക്കിൻ്റെ ഭാഗമായി നിഫ്റ്റി 50യുടെ തന്നെ PEയിലും ഒരു വേരിയേഷൻ പ്രതീക്ഷിക്കാം. ഇവിടെ നിഫ്റ്റി 50യിൽ മാത്രമല്ല ബാങ്കിങ് ഇൻഡെക്സുകളിലും റീചെക്ക് വരികയാണ്. ഫെഡറൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസൻഡ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, IDFC ഫസ്റ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, AU സ്മാൾ ഫിനാൻസ് ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്ക് നിഫ്റ്റിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളുടെ വെയിറ്റേജിൽ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന ഇൻഡെക്സിലും റീചെക്ക് വരികയാണ്. നിഫ്റ്റി 50യിൽ നിന്നും പുറത്തായ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസും BPCLും നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന ഇൻഡെക്സിലേക്ക് പ്രവേശിക്കും. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ, ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, ബജാജ് ഹൗസിംഗ്, സ്വിഗ്ഗി തുടങ്ങിയവയാണ് നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന ഇൻഡെക്സിൽ പ്രവേശിക്കുന്ന മറ്റ് പ്രധാന സ്റ്റോക്കുകൾ. അതേസമയം ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്, ടോറൻറ്റ് ഫാർമ, ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ, ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ്, വേദാന്ത തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകാനാണ് തയ്യാറെടുക്കുന്നത്.